ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? പന്ത്രണ്ടാം വാക്യത്തിൽ പരിസയന്മാരോടുള്ള തൻ്റെ പ്രതികരണം കർത്താവ് അവസാനിപ്പിക്കുന്നത് അതിനാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് നിയമാനുസൃതമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. 13-ാം വാക്യത്തിൽ കർത്താവ് കൈ ശോഷിച്ച മനുഷ്യന്റെ നേരെ തിരിഞ്ഞ് അവനോട് നിന്റെ കൈ നീട്ടുക എന്ന് പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. ആ മനുഷ്യൻ കൈ നീട്ടി. അത് മറ്റേ കൈ പോലെ സാധാരണ നിലയിലായി. അവൻ അത്ഭുത രോഗസൗഖ്യം പ്രാപിച്ചു എന്ന് നാം കാണുന്നു. കർത്താവ് ചെയ്ത ഈ അത്ഭുതത്തിൽ ഒരേ സമയം 3 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്നാമത്, കൈ ശോഷിച്ച ആ മനുഷ്യനോട് അവൻ അനുകമ്പ കാണിച്ചു. ഈ മനുഷ്യന് ഇപ്പോൾ 2 കൈകളും ഉപയോഗിച്ച് ജോലി ചെയ്യാനും മെച്ചപ്പെട്ട ജീവിതം സമ്പാദിക്കാനും മറ്റുള്ളവരുടെ ബഹുമാനം നേടാനും കഴിയും. രണ്ടാമതായി, ഈ ദൈവിക ശക്തി പ്രകടമാക്കിയതിലൂടെ യേശു താൻ അവകാശപ്പെട്ട പോലെ തന്നെ ശബത്തിന്റെ കർത്താവ് ആണെന്ന് തെളിയിച്ചു. മൂന്നാമത്, പരിസയന്മാരുടെ പഠിപ്പിക്കലുകളുടെ പൊള്ളത്തരവും പിന്നോക്കാവസ്ഥയും യേശു തുറന്നു കാട്ടി എന്നതാണ്. യേശുവിന്റെ വചനത്താലും ജ്ഞാനത്താലും അപമാനിതരായ പരിസയന്മാർ പുറപ്പെട്ട് അവനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് അവനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ആളുകളെ സുഖപ്പെടുത്തുന്നത് തുടരുന്നു. എന്നാൽ മിശിഹ എന്ന തൻ്റെ വ്യക്തിത്വം ഒരു രഹസ്യമായി സാക്ഷിക്കാൻ ആവശ്യപ്പെടുന്നതും നാം കാണുന്നു. യെശയ്യാ പ്രവാചകന്റെ മറ്റൊരു അത്ഭുതകരമായ നിവൃത്തിയാണ് ഈ സംഭവിച്ചതൊക്കെയും എന്ന് മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. 15-ാം വാക്യത്തിൽ യേശു കർത്താവ് തൻ്റെ ശക്തി തുടർന്നും പ്രയോഗിക്കുകയും തൻ്റെ അടുക്കൽ വന്നവരെ എല്ലാം സുഖപ്പെടുത്തുകയും ചെയ്തു എന്ന് കാണുന്നു. എന്നാൽ തന്നെ പ്രസിദ്ധനാക്കരുത് എന്ന് യേശു അവർക്ക് കൽപ്പന നൽകി എന്ന് 16-ാം വാക്യത്തിൽ കാണുന്നു. യോഹന്നാൻ 7-ാം അധ്യായം 6-ാം വാക്യം ചേർത്ത് പഠിച്ചാൽ പിതാവ് നിർണയിച്ച സമയം വരുന്നതുവരെ താൻ മിശിഹ ആണ് എന്ന് വിശാലമായി അറിയപ്പെടാൻ അവൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മത്തായി സുവിശേഷകൻ ഇവിടെ സൂചിപ്പിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ നിറവേറിയ പ്രവചനത്തിലൂടെ ഒന്ന് വേഗം കണ്ണോടിക്കാം. യെശയ്യാ 42-ന്റെ 1-ാം വാക്യത്തിൽ, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു, അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും എന്നെഴുതിയിരിക്കുന്ന തിരുവഴുത്താണ് മത്തായി 12-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ഏകജാതനും പ്രിയപുത്രനുമായ യേശുവിനെ ദൈവപിതാവ് മനുഷ്യരുടെ രക്ഷാകര ദൗത്യത്തിനായി തെരഞ്ഞെടുത്തു. യെശയ്യാവും മത്തായിയും ഈ വിവരണം തുടങ്ങുന്നത് മശിഹ ദൈവത്തിന് എത്രമാത്രം പ്രസാദകരമാണെന്നതിൻ്റെ സ്ഥിരീകരണത്തോടെയാണ്. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു എന്ന പ്രവചനം ഭൂതകാലത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് സുനിശ്ചിതമായി നടക്കാൻ പോകുന്ന ദൈവനിർണയത്തെ സൂചിപ്പിക്കുന്നു. ദൈവം മനുഷ്യനാകുമെന്നും ആത്മാവിനാൽ നയിക്കപ്പെടാൻ സ്വയം വിധേയനാകുമെന്നും ഈ ഭാഗം പ്രവചിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും എന്ന യെശയ്യാ പ്രവചനം മത്തായി പറയുന്നത് അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും എന്നാണ്. അവൻ സ്വന്തത്തിലേക്ക്, അതായത് യഹൂദന്മാരുടെ അടുക്കിലേക്ക് ഒരു യഹൂദനെ പോലെ വന്നു. എന്നാൽ യഹൂദന്മാർ അവരുടെ മശിഹായെ നിരസിച്ചപ്പോൾ ഈ പ്രവചനത്തിൽ മുൻകൂട്ടി പറഞ്ഞതുപോലെ വിജാതിയർക്കും തന്നെ വിശ്വസിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന എല്ലാവർക്കും യേശു തന്റെ രക്ഷയും രാജ്യവും വാഗ്ദാനം ചെയ്തു. ഇത് ജാതികൾക്കുള്ള സുവിശേഷത്താലുള്ള വിളിയെ സൂചിപ്പിക്കുന്നു. യെശയ്യാ പ്രവചനം 42-ന്റെ 2-3 വാക്യങ്ങളിൽ, അവൻ നിലവിളിക്കുകയില്ല, ഒച്ചപ്പാടുണ്ടാക്കുകയില്ല, തെരുവീതിയിൽ തന്റെ ശബ്ദം കേൾക്കുകയുമില്ല, ചതഞ്ഞ ഓട അവൻ ഒടിച്ച് കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല, അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും എന്ന തിരുവെഴുത്ത് 18-19 വാക്യങ്ങളിൽ മത്തായി ഉദ്ധരിക്കുമ്പോൾ സ്വയം പ്രസിദ്ധി ആഗ്രഹിക്കാതെ താഴ്മയോടെ തന്നെ വെളിപ്പെടുത്തുന്നവൻ ആയിരിക്കും ക്രിസ്തുവിന്റെ വ്യക്തിത്വം എന്ന മിശിഹ പ്രവചനം യേശു നിവൃത്തിയാക്കുന്നതായി കാണുന്നു. പ്രവചനത്തിൽ പറയുന്നത് പോലെ കർത്താവ് മറ്റുള്ളവരോട് താൻ മിശിഹായാണെന്ന് തർക്കിച്ച് സ്വയം തെളിയിക്കാൻ ശ്രമിക്കുകയോ അതിനായി നിലവിളിക്കുകയോ ചെയ്യുന്നില്ല. കർത്താവിന്റെ നാമം ക്രിസ്തുവായി ഉയർത്തിപ്പിടിക്കുവാൻ ശ്രമിക്കുന്ന വിധം മിശിഹായുടെ ശബ്ദം തെരുവുകളിൽ കേൾക്കുകയില്ല എന്ന്
യെശയ്യായുടെ പ്രവചനത്തിൽ കാണുന്നു. താൻ മിശിഹായാണെന്ന് തർക്കിച്ച് ഉറക്കെ പ്രഖ്യാപിച്ച് മുന്നേറുന്നതിന് പകരം യേശു കർത്താവ് തൻ്റെ അത്ഭുതങ്ങൾ, തൻ്റെ ദിവ്യ സ്വഭാവം, ആരെയും പരിവർത്തനം ചെയ്യുന്ന വിധം ആശ്ചര്യപ്പെടുത്തുന്ന തൻ്റെ ഉപദേശങ്ങൾ, തന്നെക്കുറിച്ച് നിറവേറുന്നതുൾപ്പെടെയുള്ള പ്രവചനങ്ങളെല്ലാം നമ്മുടെ കർത്താവിന് തൻ്റെ വ്യക്തിത്വം പ്രഖ്യാപിക്കുവാൻ അനുവദിക്കുകയും വിശ്വാസത്താൽ തിരുവെഴുത്തുകളിൻ പ്രകാരം യേശുവിനെ കർത്താവായി മനുഷ്യർക്ക് സ്വീകരിക്കാനും അവസരം നൽകുന്നതായും നാം കാണുന്നു. ചതഞ്ഞ ഞാങ്ങണ വിലയില്ലാത്ത, ഉപയോഗമില്ലാത്ത വസ്തുവാണ്. വെട്ടിക്കളയുന്നതിനല്ലാതെ മറ്റൊന്നിനും കൊള്ളുന്നില്ല. എന്നാൽ നാം അങ്ങനെ അപ്രയോജനമായ വിധം ബലഹീനർ ആയിരിക്കുമ്പോഴും തള്ളിക്കളയാതെ കരുണയോടെ നമ്മെ സ്വീകരിക്കുന്ന ക്രിസ്തുവിൻ്റെ നമുക്ക് വേണ്ടിയുള്ള ആർദ്രമായ അനുകമ്പയോടുകൂടെയുള്ള പരിചരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. പുകയുന്ന തിരി എന്നത് മാനസികവും ശാരീരികവുമായി അപകടകരമായ അവസ്ഥയിലുള്ളവരെ സൂചിപ്പിക്കുന്നു. പുകയുന്ന തിരി ദുർബലമാണ്. തീ അണഞ്ഞ ശേഷം ചൂടും വെളിച്ചവും നഷ്ടപ്പെട്ട് എന്നേക്കുമായി ഇരുണ്ടുപോകാൻ പോകുന്നു. സമാനമായ അവസ്ഥയിൽ അനേകം ആളുകളുണ്ട്. അവർ വൈകാരികമായും ആത്മീകമായും ശാരീരികമായും മുറിവേറ്റിട്ടുണ്ട്. എന്നാൽ ക്രിസ്തു അവരുടെ ജീവിതത്തിൽ കടന്നു വരികയും അവരെ യഥാസ്ഥാനപ്പെടുത്തുകയും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും നിത്യജീവന്റെ ദീപം തെളിയിക്കുകയും ചെയ്യുന്നു. പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല എന്ന് ദുർബലരും നിരാശരും ചൂഷണം അനുഭവിക്കുന്നവരോടും നീട്ടുന്ന ക്രിസ്തുവിന്റെ അനുകമ്പയുള്ള കരുതലിനെ കുറിച്ച് പറയുന്ന ഒരു പ്രവചനമാണിത്. 19-20 വാക്യങ്ങളിൽ യെശയ്യാവിന്റെ പ്രവചനത്തിന്റെ ഉദ്ധരണി മത്തായി അവസാനിപ്പിക്കുന്നത് അവൻ ന്യായവിധി ജയത്തോടെ നടത്തുമെന്നും അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്ന തിരുവെഴുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ്. ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ അന്ത്യ ന്യായവിധിയോടെ ദൈവത്തിന്റെ നീതിയെ സമ്പൂർണ്ണ വിജയത്തിലേക്ക് നയിക്കും. തുടർന്ന് ക്രിസ്തുവോ പ്രത്യാശയോ ഇല്ലാതിരുന്ന വിജാതിയർക്ക് മിശിഹ സുവിശേഷത്താൽ പ്രത്യാശയായിരിക്കുമെന്ന് യെശയ്യാവ് പ്രവചിച്ചത് മത്തായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു എത്രയോ കരുണയുള്ളവനാണ്. പാപികളും മുറിവേറ്റവരും ദൈവന്യായവിധിക്ക് മാത്രം യോഗ്യരുമായ മനുഷ്യരെ രക്ഷിക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്ന വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. കാലാതീതനായ ദൈവം കാലത്തിൽ അവതരിച്ച കാലാതീതനായ കർത്താവായ യേശു കാരിരുമ്പാണിയിൽ കുരിശിൽ തൂങ്ങപ്പെട്ടവനായി കർത്താവിനെ കുരിശിൽ കാണുമ്പോൾ പാപിക്ക് പകരമായി മരിക്കുവാൻ സ്വയം ഇറങ്ങി വന്ന ദൈവപുത്രനെയാണ് നമ്മൾ കാണുന്നത്. പാപത്തിന്റെ പരിഹാരം ആയിട്ടാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത്. ഇതെനിക്ക് വേണ്ടി എന്ന് മനസ്സിലാക്കി ഈ യേശുവിനെ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കൃപയാൽ നമുക്ക് സൗജന്യമായി ക്രിസ്തു മൂലം രക്ഷ ലഭിക്കുകയാണ്. ക്രിസ്തുവിന്റെ പേരിൽ നൽകുകയാണ്. അത് സ്വന്തമാക്കുവാൻ ഏവരെയും ദൈവം ഇടയാക്കട്ടെ.